ക്ലാസ്സിലെ ഉമ്മ എപ്പോഴും ഇങ്ങനെ തന്നെയാണോ? അമ്മ വണ്ടി കയറണ വരെ ഓണായിരിക്കും. കേറി കഴിഞ്ഞാ അപ്പൊ തന്നെ ഒറ്റ നിർത്തിക്കോ. അതെ ഗൈസ്, ഉമ്മച്ചിക്ക് കാറിൽ ഒരു സ്ഥലത്തോട്ടും പോകാൻ പറ്റില്ല. അപ്പൊ തുടങ്ങും ഛർദി. മോസ്റ്റ് പ്രസ്റ്റീജിയസ് ആൻഡ് ആർട്ട് ഓഫ് ആൻഡ് സയൻസ് ഓഫ് ദ മാട്രിമോണി ഓഫ് ദ സിൻഡ്രോം. പിന്നെ ഡ്രൈവിംഗ് ABCD ഒന്നും അറിയില്ല, ഞാനാ പഠിപ്പിക്കണേ. എന്തൊക്കെയാണെങ്കിലും പുള്ളിക്കാരത്തി ഇപ്രാവശ്യം ഞങ്ങളുടെ ഒപ്പം വാഗമണ്ണ് വന്നു. പോകുന്ന വഴിയിൽ മലങ്കര ഡാമും കണ്ട് നല്ല ഫുഡും കഴിച്ച് നേരെ വാഗമണ്ണ് എത്തി. വൈകുന്നേരം ടൈം ആയതുകൊണ്ട് ഇവിടെ നല്ല അടിപൊളി കാറ്റും നല്ല തണുപ്പുമായിരുന്നു. തേയിലത്തോട്ടം കാണിക്കാൻ വേണ്ടി നിർത്തി കഴിഞ്ഞപ്പോ ഉമ്മച്ചിനെ കാണാൻ. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിൽ നടാൻ വേണ്ടി ഉമ്മച്ചി തേയിലയുടെ ഒരു തൈ തപ്പി നടക്കുവായിരുന്നു. അതിന്റെ ഇടയിൽ എന്റെ വാച്ചും പൊട്ടി. പിന്നെ അവിടെ ഉണ്ടായിരുന്ന ഈ ചേട്ടനായിട്ട് ഞാൻ കുറെ നേരം വർത്താനം പറഞ്ഞു. പിന്നെ ഇവിടുന്ന് നേരെ ഞങ്ങൾ പോയത് ഒരു എസ്റ്റേറ്റിലോട്ടാണ്. അങ്ങനെ നമ്മൾ ടീ ഫാക്ടറിയിൽ എത്തിയിരിക്കുകയാണ്. പിന്നെ ഇവിടുത്തെ ഒരു ചേട്ടൻ ഞങ്ങളെ ടീ പൗഡർ ഉണ്ടാക്കുന്ന പ്രോസസ്സൊക്കെ കാണിച്ചു. ഈ പ്ലേസ് ചിലപ്പോൾ നിങ്ങൾ പല സിനിമകളിലൊക്കെ കണ്ടിട്ടുണ്ടാവും. യോബിന്റെ പുസ്തകത്തിൽ ഫഹദ് തോക്കുകൊണ്ട് ഒരു മാസ് സീൻ കാണിക്കുന്നത് ഇവിടെ നിന്നാണ്. അങ്ങനെ എസ്റ്റേറ്റും വാഗമണിലെ എല്ലാ കാഴ്ചയും കണ്ട് തിരിച്ചു വീട്ടിലോട്ട് പോകാൻ റെഡിയായി. വാഗമണ്ണ് തേയില കാണാൻ പോയിട്ട് അവിടുന്ന് തേയിലയുടെ കമ്പ് പിടിച്ചോണ്ട് വന്നേക്കുക. വീട്ടിൽ കൊണ്ടുപോയിട്ട് തേയിലയുടെ. അപ്പൊ ഓക്കെ, ബൈ.